77 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. കറുപ്പ് വസ്ത്രമണിഞ്ഞ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. കേരള സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് കലാ മ്യൂസിയം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു കലാകാരനും ഇനി വഴിയാധാരമാകില്ലെന്നും മന്ത്രി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. പുലൂരിൽ കഞ്ചാവ് മിഠായിയും ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരായ 3 പേർ പിടിയിൽ. മാളക്കല്ലൂരിൽ MDMAയുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് ജിനീഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളത്തിലായി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. 71 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. കൌൺസിൽ യോഗം ചേരാത്തത് മൂലം കോർപ്പറേഷനിൽ ഭരണ പ്രതിസന്ധി ആരോപിച്ച് കറുത്ത ഗൌൺ ധരിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. LDF നേതാക്കൾ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ CPI കൌൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നിരിക്കുന്നത്. പ്രതിഷേധവുമായി കോൺഗ്രസ് കൌൺസിലർമാർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CPI കൌൺസിലർമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അറിയാം, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തൃശൂർ കോർപ്പറേഷനിൽ ഒരു കൗൺസിൽ യോഗം ചേരുന്നത്. അതും ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾക്കും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ വഴിവെച്ച ശേഷമാണ് ഇപ്പോൾ കൗൺസിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും നീണ്ട 71 ദിവസങ്ങൾക്ക് ശേഷം ഒരു കൗൺസിൽ യോഗം ചേരുമ്പോൾ അത് ഏറെ രാഷ്ട്രീയ മാനങ്ങളും കൈവന്നിട്ടുണ്ട്. നമുക്കറിയാം, CPM CPI പാർട്ടികൾ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം മേയർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ CPI ഇപ്പോൾ ആ ഒരു പിന്തുണ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷമായി അവർ പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും മേയർ തൽസ്ഥാനത്ത് നിന്ന് തുടരുന്നതിൽ കടുത്ത വിയോജിപ്പാണ് CPI പാർട്ടിക്കും അതുപോലെ തന്നെ CPI കൗൺസിലർമാർക്കും ഉള്ളത്. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ കറുത്ത ഗൗൺ അണിഞ്ഞാണ് പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാം, പ്രത്യേകിച്ച് UDFന്റെ കൗൺസിലർമാർ എല്ലാം തന്നെ എത്തിയത്. പ്രധാനമായി ആരോപിക്കുന്നത് കോർപ്പറേഷനിലെ ഭരണസ്തംഭനമാണ്. കൗൺസിൽ ലംഘനം ആരോപിച്ച് ഇതുവരെയും കൗൺസിൽ വിളിക്കാത്ത കോർപ്പറേഷൻ മേയറുടെ നടപടിയെയും എല്ലാം അവർ വിമർശിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന പൊതുചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ്. CPM പിന്തുണയോടുകൂടി മേയറായിട്ടുള്ള MK വർഗീസിന്റെ പ്രത്യക്ഷമായിട്ടുള്ള സുരേഷ് ഗോപി MPയെ പിന്തുണയ്ക്കുന്നതും അതുപോലെ തന്നെ പ്രശംസിക്കുന്നതും അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരമായി കൗൺസിൽ ആരംഭിച്ചിട്ട് 1 മണിക്കൂറോളമായി ആരംഭിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ തന്നെയാണ് കൗൺസിൽ യോഗം മുന്നോട്ട് പോകുന്നത്. അജണ്ടകൾ വെച്ചുള്ള ചർച്ചകളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ഈ 1 മണിക്കൂറും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള പോരാണ് നടക്കുന്നത്. പ്രധാനമായും ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സുരേഷ് ഗോപി വിഷയത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷം കൂടുതലായും ആരോപിക്കുന്നത് CPMന്റെ പിന്തുണയോടുകൂടി മേയറായിട്ടുള്ള MK വർഗീസ് ധാർമ്മികമായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നത് വഴി അത് രാഷ്ട്രീയ വഞ്ചനയാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നതിൽ CPMന് നാണമില്ലേ എന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തൽസ്ഥാനത്ത് നിന്ന് ഭരണസ്തംഭനം അടക്കം ആരോപിച്ച് മേയർ മാറി നിൽക്കണം, മേയറെ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം ഭരണപക്ഷമായ പ്രത്യേകിച്ച് CPM ആണ് ഇതിനെ കൂടുതലായും പ്രതിരോധിച്ച് രംഗത്ത് വന്നത്. അതായത് രാഷ്ട്രീയ മാനങ്ങൾ അതിൽ കൈവരേണ്ടതില്ല. LDFനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ LDF രാഷ്ട്രീയപരമായി കൈക്കൊള്ളും. തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പ്രതിപക്ഷം കടക്കേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് ഭരണപക്ഷം ഇതിന് മറുപടി നൽകിയത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. 1 മണിക്കൂറായിട്ടും അജണ്ടകളിലേക്കുള്ള
അജണ്ടകളുമേലുള്ള ചർച്ചകളിലേക്ക് എത്തിയില്ല. അതേസമയം ബി ജെ പി പാർലമെന്ററി കാര്യ നേതാവടക്കം ഉള്ളവർ ഈ രണ്ട് മുന്നണികളെയും വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് LDFന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ CPMന്റെയോ പിന്തുണയോടെയല്ല സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂരിൽ MP ആയത്. അത് ജനം വോട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇത് ഇത്തരക്കാരുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഇനിയും തങ്ങൾ ആരെയും വിമർശിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാളെ ആരൊക്കെ BJPയിലേക്ക് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ എത്തും, അത് മേയർ മാത്രമല്ല എല്ലാവർക്കും സ്വാഗതമെന്ന് ആയിരുന്നു BJP പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിലെ പൊതു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായും പ്രധാനമായും നടന്ന ചർച്ച ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ശരി അഭിജിത്ത്, വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്നിരിക്കുന്നു. യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ കറുത്ത ഗൗൺ ധരിച്ച് പ്രതിഷേധിക്കുന്നുവെന്നാണ് അഭിജിത്ത് തലച്ചിറ നൽകുന്ന വിവരം. 1 മണിക്കൂറായിട്ടും കൗൺസിൽ യോഗം ചേർന്ന് 1 മണിക്കൂറായിട്ടും അജണ്ടകൾ പോലും ചർച്ച ചെയ്യാൻ കഴിയാതെ ഇപ്പോഴും കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മേയർ ബന്ധം തന്നെയാണ് ഇപ്പോഴും ചർച്ചകൾക്ക് വിധേയമാകുന്നത്. പിന്നീട് 1 കോടി രൂപ കേന്ദ്ര ആൾമാർ മറ്റു വാർത്തയിലേക്ക്. കേരള സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് കലാമ്യൂസിയം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു കലാകാരനും ഇനി വഴിയാധാരമാകില്ലെന്നും അത്തരക്കാരെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്നും മന്ത്രി. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര സമർപ്പണം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരുടെ ഡോക്യുമെന്റേഷൻ നടന്നു വരികയാണ്. അവരുടെ കലാപ്രകടനങ്ങൾ, ഉപകരണങ്ങൾ, വേഷങ്ങൾ അങ്ങനെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള മ്യൂസിയമാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനകം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണം. ഇതിന് പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ 50 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കും. കൂടാതെ കലാകാരന്മാരുടെ അവസാന കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാതെ പലരും വഴിയാധാരമാകുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരക്കാരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ മാവേലിക്കരയിൽ വകുപ്പ് 1 വർഷത്തിനകം കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദരിക്കേണ്ട പലരെയും പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. ഇതിന് കാരണം അവരുടെ പ്രവർത്തന മേഖലയെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്നതും ലാഘവ ബുദ്ധിയോടെ അവാർഡുകളും പുരസ്കാരങ്ങളും നടത്തുന്നത് കൊണ്ട് ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അക്കാദമി തയ്യാറാക്കുന്ന കേരള ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായുള്ള നവീകരിച്ച വെബ്സൈറ്റും ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫെലോഷിപ്പുകളും അവാർഡുകളും ഗുരുപൂജ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലായിടത്തും നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും അക്കാദമിയുടെ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാവുകയാണെന്ന് സെക്രട്ടറി കരുവള്ളൂർ മുരളി അറിയിച്ചു. ഈ മാസം വയനാട് ജില്ലയിൽ കൂടി സമിതി രൂപീകരിച്ചാൽ ഇത് പൂർണ്ണതോതിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് ചെയർപേഴ്സൺ PR പുഷ്പവതി, നിർവാഹക സമിതി അംഗം TR അജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി പുരസ്കാര ജേതാക്കളായ സംഗീത സംവിധായകൻ ശരത് അടക്കമുള്ളവരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. TCV തൃശൂർ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. ശക്തമായ മഴയിലാണ് വാണിയമ്പാറയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നത്. 25 അടി ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുന്നത്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം പട്ടിക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. റോഡ് നിർമ്മാണത്തിനായി 60 അടിയിലേറെ ഉയരത്തിൽ നിന്നും കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞു വീഴുന്നത്. ഞങ്ങളൊരു ലോഡിങ്ങുകാരാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ മാറ്റി പോയിട്ടാണ് അപ്പുറത്തെ കൂടെ പേടിച്ചിട്ട് ഏത് നിമിഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ സ്ഥിരം സ്കൂൾ പിള്ളേരെ കൊണ്ടും പിന്നെ ഹോസ്പിറ്റൽ കേസിനൊക്കെ ഇതിൽ തന്നെ പോകാറ്. ഇത് ഭയങ്കരമായിട്ട് മണ്ണ് ഇപ്പോൾ ഈ വട്ടം കൂടി കഴിഞ്ഞ വട്ടം പോലെ ഇടിഞ്ഞാണ് ഈ വട്ടം അതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം സിമെന്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഉറപ്പാക്കി ചെയ്താൽ മാത്രമേ നമുക്കത് പേടി കൂടാണ്ട് നമുക്കതിൽ പോകാൻ പറ്റുള്ളൂ. കാരണം ഏറെക്കുറെ എല്ലാ വണ്ടികളും പോണത് ഈ സ്ഥലത്തോട് വഴിയാണ് പോണത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ദൈനംദിനം മണ്ണ് മാന്തി കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം അവർ മാന്തി കൊണ്ടുപോകുന്ന സമയത്തും അടുത്തൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള അവസ്ഥകൾ നിരവധിയാണ്. ഒന്ന് ഇവിടെ, അത് കഴിഞ്ഞ് നമ്മുടെ വാണിയമ്പറ സ്കൂളിൻ്റെ അവിടെ നിരവധി ചെറിയ ചെറിയ കുട്ടികൾ നടന്നു വരുന്ന ആ സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരെന്തെങ്കിലും വന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവിടെ വന്ന് നാളെ ബാരിക്കേഡ് വെച്ച് ആ വഴിക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുക, അതോടൊപ്പം ഇത്തരത്തിൽ വീഴുന്ന മണ്ണ് വാരി കൊണ്ടുപോവുക. ഈ ഒരു സംവിധാനം മാത്രമാണ് നാഷണൽ ഹൈവേയുടെ പരിധിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരോടൊക്കെ ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള യാതൊരു സംവിധാനം ഇവരുടെ ഭാഗത്തില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ഇതര സംസ്ഥാന സ്വദേശിയായ യുവാവ് പോലീസ് പിടിയിൽ. അസം സ്വദേശി അനൂറാൾ ഹക്കിനെയാണ് ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 20 ബോട്ടിലുകളായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം ഹെറോയിൻ പോലീസ് കണ്ടെടുത്തു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി ഓവർബ്രിഡ്ജിന് സമീപം കഞ്ചാവ് മിഠായിയുമായി 2 പേരെ ഒല്ലൂർ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ രാഹുൽ സോൻകാർ, രാകേഷ് സോൻകാർ എന്നിവരാണ് പിടിയിലായത്. SI ജിസ് മാത്യു, സീനിയർ CPOമാരായ റനീഷ്, സവിൻ, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂരിൽ ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് കഞ്ചാവ് മിഠായി പിടികൂടുന്നത്. മാള കല്ലൂരിൽ നിന്ന് 100 ഗ്രാം MDMA കൈവശം വെച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈന്തല സ്വദേശി ആട്ടോക്കാരൻ മനു ബേബി, കോഴിക്കോട് മുക്കം ഓമരശ്ശേരി പുത്തൻപുര വീട്ടിൽ ഷാഹിദ് മുഹമ്മദ്, പാലക്കാട് പറളി തേനൂർ സ്വദേശി തളത്തിൽ സണ്ണി ജോസ് ജോൺ എന്നിവരെയാണ് മാള പോലീസും തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് ദേശീയപാതയിൽ അമിത വേഗത്തിൽ പോയ കാറിന്റെ വിവരങ്ങൾ ശേഖരിച്ച് പിന്തുടർന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. അന്നമനട കല്ലൂരിൽ വെച്ചാണ് കാർ സഹിതം 3 പേരെയും പോലീസ് സംഘം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ലഹരി വസ്തുക്കൾ അന്നമനട വഴി ചെറായിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ SIമാരായ VG സ്റ്റീഫൻ, P ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ എന്നിവരും ഉണ്ടായിരുന്നു. കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്കിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം വൈശ്ശേരി സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ ജിനീഷിനെയാണ് ഇന്ന് 11:30യോടെ 3 ബൈക്കുകളായി എത്തിയ 3-അംഗ സംഘം ബൈക്ക് ഇടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാർച്ച് 20-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു. ഈ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് യുവാവിന് നേരെ ആക്രമണമുണ്ടായതെന്ന് പറയുന്നു. ഉത്സവത്തിനിടയിൽ ചിറളയം സ്വദേശി ഷൈൻ സി ജോസ് ഉൾപ്പെടെ 5 പേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ്. കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനു ശേഷം മടങ്ങി വരുന്നതിനിടെ വൈശ്ശേരിയിലെ വീടിന് സമീപം വെച്ച് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം തലയ്ക്ക് ഇരുമ്പ് പൈപ്പ് കൊണ്ടടിക്കുകയും നിലത്ത് വീണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലേക്ക് ഓടിക്കയറിയ ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഷിക മേഖലയായ ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളത്തിലായി. എളനാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ പയർ കൃഷിയാണ് കനത്ത മഴയിൽ വെള്ളത്തിലായത്. സ്വാശ്രയ കർഷക സമിതി ചേപ്പ യൂണിറ്റിലെ കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഇതോടെ 20ഓളം കർഷകരാണ് പ്രതിസന്ധിയിലായത്. പരുത്തിപ്ര താനാർപ്പുഴ NK കുട്ടന്റെ ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഇറക്കിയ കൃഷിക്കാണ് കനത്ത മഴയിൽ നാശം സംഭവിച്ചത്. ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള പച്ചക്കറി കൃഷിക്കാണ് ഇങ്ങനത്തെ ഒരു നാശനഷ്ടം സംഭവിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഉൽപാദന മേഖലയിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് കർഷകർ ഇപ്രാവശ്യം നമ്മൾ ഈ പയർ കൃഷിയിലേക്ക് അവരുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചില ചെടികളുടെ ഒക്കെ വേര് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഉൽപാദന മേഖലയിൽ വളരെ പ്രയാസം നേരിട്ടിരുന്നു. കടം വാങ്ങിയും മറ്റു വായ്പകൾ എടുത്തും ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കർഷകർ ചെയ്ത പച്ചക്കറി കൃഷിയാണ് ഇപ്പോഴത്തെ മഴയിൽ വെള്ളത്തിലായത്.
ഒന്നാം കൃഷി വരൾച്ച മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് രണ്ടാം കൃഷി ഓണത്തിന് ഒരു പ്രതീക്ഷയാണ്. ഓണത്തിന് പയറിന് ഏകദേശം 100 രൂപയുടെ മുകളിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല വില കിട്ടുന്ന പ്രതീക്ഷയിൽ കടം പിടിച്ചിട്ടും വളക്കടകൾക്ക് കടം പിടിച്ചിട്ടും കീടനാശിനി വാങ്ങിച്ചിട്ടും ഒരുവിധം കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തോരാത്ത മഴയും പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് കൃഷി ആകെ വെള്ളത്തിലായി. ഇനി അത് രക്ഷപ്പെടുന്നുള്ളതിന് ഒരു 100% വെള്ളത്തിൽ രക്ഷപ്പെടാൻ സാധ്യത. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പ്രാദേശിക കർഷക നേതാക്കളായ KC ജോർജ്, M പൊന്നുമണി, KK സുന്ദരൻ, VR മാധവൻ തുടങ്ങിയവർ കൃഷിസ്ഥലം സന്ദർശിച്ചു. TCV ചേലക്കര. മേയർക്കെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഡെപ്യൂട്ടി മേയറുടെ വിമർശനം. അഭിജിത്ത് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, മേയർക്കെതിരെ ഡെപ്യൂട്ടി മേയർ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ML റോസി വിമർശനം ഉന്നയിക്കുന്നത്. എന്തായിരുന്നു വിമർശനത്തിന് ആധാരം? വിശദാംശങ്ങൾ എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ LDF-ൽ മറന്നീക്കി പുറത്തു വരുന്നതിന്റെ വലിയൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർക്കും ഭരണസമിതിക്കുമെതിരെ ഭരണസമിതി അംഗം കൂടി, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മേയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചുമതലയുള്ള ഡെപ്യൂട്ടി മേയർ തന്നെ, അതും LDF-ന്റെ ML റോസി തന്നെ ഇപ്പോൾ ഭരണസമിതിക്കും മേയർക്കുമെതിരെ പരസ്യമായി തന്നെ കൗൺസിൽ യോഗത്തിൽ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെ പ്രതിപക്ഷ ആരോപണമാണ് ഭരണസമിതിക്കെതിരെ ഉയർന്നതെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ആ ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കൗൺസിൽ യോഗം കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ML റോസി മേയറും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണോളത്തിയുടെ അടക്കമുള്ള വിദേശ യാത്രകളെ കുറിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അവസരത്തിൽ ഡെപ്യൂട്ടി മേയർ കൂടിയായ ML റോസി തനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നും തന്നെ അറിയിച്ചിട്ടല്ല ഇത്തരത്തിലുള്ള യാത്രകൾ നടന്നതെന്നും കൗൺസിൽ യോഗത്തിൽ പോലും ഇതിനെ സംബന്ധിച്ച് പരാമർശം ഉണ്ടായിട്ടില്ലെന്നും പരസ്യമായി പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അതാണ് ഇപ്പോൾ കൗൺസിൽ യോഗത്തിലും ML റോസി, ഡെപ്യൂട്ടി മേയർ കൂടിയായ ML റോസി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ. അതേസമയം ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിൽ തനിക്ക് ഏറെ വിഷമമുണ്ട്. ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ പോലും തന്നെ ഒരു കാര്യങ്ങളും അറിയിക്കുന്നില്ല. തീർത്തും വ്യക്തി കേന്ദ്രീകൃതമായി മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നും പല കാര്യങ്ങളിലും തനിക്ക് വ്യക്തമായ വിയോജിപ്പുകൾ ഉണ്ടെന്നും പല വിഷയങ്ങളിലും നടപടികൾ കൈക്കൊള്ളേണ്ട കാര്യത്തിൽ ഒരുവിധമായിട്ടുള്ള ചർച്ചകളും അത് പല കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിലൊന്നും തന്നെ നടക്കുന്നില്ല. തീർത്തും വ്യക്തി കേന്ദ്രീകൃതമായി മാത്രം, അതായത് 1-2 പേരിൽ മാത്രം കൃത്യമായി പേരെടുത്ത് മേയറുടെയും അതുപോലെ തന്നെ വർഗീസ് കണ്ണംകുളത്തിയുടെയും മറ്റും പേരെടുത്തുകൊണ്ട് മാത്രം വിമർശനം ഉന്നയിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ. എന്തായാലും CPI പ്രതിനിധികളൊന്നും തന്നെ ഇതുവരെ ഈ ഒരു തരത്തിലുള്ള വിമർശനവുമായി രംഗത്ത് വരാത്തൊരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മേയർ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമുള്ള LDF-ന്റെ തന്നെ നിലവിലെ കൗൺസിൽ യോഗത്തിലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന് പറയാവുന്ന ML റോസി തന്നെ ഇപ്പോൾ മേയർക്കും ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട 2-3 പേരുടെ പേരുകൾ എടുത്ത് തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു കൗൺസിൽ യോഗത്തിൽ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ വിമർശനങ്ങളെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരുന്ന പല ആരോപണങ്ങൾക്കും ഭരണപക്ഷ അംഗങ്ങൾ തടയിടാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങളുടെ മേലുള്ള വലിയൊരു സമ്മർദ്ദത്തിലേക്ക് ഡെപ്യൂട്ടി മേയറുടെ പ്രസ്താവനകളും വിമർശനവും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇത് വലിയ
പിന്തുണയാണ് ഭരണപക്ഷ അംഗം കൂടിയ ML റോസിയുടെ വിമർശനത്തിലൂടെ ലഭിച്ചത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി ശരിവെക്കുന്ന തരത്തിലേക്ക് ML റോസിയുടെ വിമർശനവും എത്തി നിൽക്കുന്നു ഇപ്പോൾ ഈ നിമിഷത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ എത്തി. മേയറുടെ പ്രതികരണം എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ ഇതുവരെയും അല്ലെങ്കിൽ ഭരണസമിതിയിലെ അംഗങ്ങൾ, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നില്ലാതെ കൗൺസിൽ അംഗങ്ങൾ ഇക്കാര്യങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടുള്ള തങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം ശേഷമായിരിക്കും മേയറുടെ പ്രതികരണം. എന്തായാലും നിലവിൽ മേയർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അതേസമയം ഡെപ്യൂട്ടി മേയറുടെ വിമർശനത്തിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന് കയ്യടിയോട് സ്വീകരിക്കുന്ന നിമിഷത്തിൽ അതിന് രാഷ്ട്രീയമായിട്ടൊന്നും വിമർശിച്ചില്ലല്ലോ എന്നുള്ള ഒരു വാചകത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ടാണ് മേയർ ഇപ്പോൾ ആ ഒരു പരാമർശത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തുടർന്നും ഭരണസമിതി അംഗങ്ങൾ ഇക്കാര്യങ്ങളിന്മേലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ മേയർ ഇക്കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളിലേക്കാണ് ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗം കടന്നുകൊണ്ടിരിക്കുന്നത്. ശരി അഭിജിത്ത്, വിവരങ്ങൾ നൽകിയതിന്. മേയർക്കെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി എന്ന രംഗത്തെത്തിയിരിക്കുന്നു. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഡെപ്യൂട്ടി മേയറുടെ വിമർശനം. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്. LDF-ൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രകാശ് ബാബുവിനെ തഴഞ്ഞിട്ടില്ല. അത്തരമൊരു അഭിപ്രായം പ്രകാശ് ബാബുവിനുമില്ല. അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. TP കേസിലെ പ്രതികളുടെ മോചനവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുപോയത് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള സർക്കാരിന്റെ നീക്കവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പരിശോധിച്ച് മറുപടി പറയാമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മാള മേലഡൂരിൽ വാഹനമിടിച്ച വയോധികൻ മരിച്ചു. മേലഡൂർ മാണിക്കത്ത് പറമ്പിൽ 79 വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചത്. ഇന്ന് രാവിലെ ചായ കുടിക്കാനായി കടലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. സമീപത്തെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിലും വ്യക്തതയില്ല. മറ്റ് സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കയ്പമംഗലം വഴിയമ്പലത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും സഹായിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ലൈനിൽ വൈദ്യുതി പ്രവാഹമുണ്ടെന്ന സംശയത്താൽ KCB അധികൃതരും പോലീസും സ്ഥലത്തെത്തിയ ശേഷമാണ് ഇവർക്ക് പുറത്തിറങ്ങാനായത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങണ്ടൂർ സ്വദേശി രാമകൃഷ്ണൻ വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനവും ഡ്രൈവറെയും മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. ഒറ്റപ്പാലം വരോട് സ്വദേശി മുഹമ്മദ് ഇക്ബാലാണ് അറസ്റ്റിലായത്. CCTV ക്യാമറകളും മൊബൈൽ ഫോൺ നമ്പറുകളും വർക്ക്ഷോപ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു, സബ് ഇൻസ്പെക്ടർ രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജൻ, അമീർ ഖാൻ, രഞ്ജിത്ത്, അഖിൽ, വിഷ്ണു, ഗിരീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കടങ്ങോട് മനപ്പടിയിൽ യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മനപ്പടി താളത്തിൽ വീരാൻകുട്ടിയുടെ മകൾ 43 വയസ്സുള്ള സീനത്താണ് മരിച്ചത്. മാനസിക സ്വാസ്ഥ്യമുള്ള സീനത്ത് അപസ്മാര രോഗിയാണ്. ഇന്നലെ ഉച്ചയോടെ തോട്ടിൽ തുണി അലക്കുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. വൈകിട്ട് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിൽ തോട്ടിൽ ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ കുറ്റിപ്പുറം റോഡിന് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരുടെ ആവശ്യം. റോഡിന്റെ അവസ്ഥ ഭീകരമാണെന്നും റോഡിലെ കുണ്ടും കുഴിയിലും വീണ് യാത്രക്കാർ പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു. കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആദ്യഘട്ടം 29 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മഴ തടസ്സമാവുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നഗരസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ആശ്രയ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് നൽകാൻ തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നഗരത്തിലെ ഗതാഗത കുരുക്ക് മൂലം നഗരസഭാ നിവാസികൾ അല്ലാത്തവർക്ക് നഗരത്തിൽ വൈദ്യുതി ഓട്ടോറിക്ഷ പെർമിറ്റ് നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു.
കാട്ടൂർ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ വല്ലക്കഴ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ വീട്ടിൽ സഹലിനെയാണ് തൃശൂർ DIG അജിത ബീഗം കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മലയോര പ്രദേശമായ മറ്റത്തൂരിൽ ഇത് നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലമാണ്. താരതമ്യേന മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് ഇത്തവണ വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. മെയ് അവസാന വാരം മുതലാണ് മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിച്ചത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലൂടെയാണ് വിളവെടുക്കുന്ന ഏറെക്കുറെ വാഴക്കുലകളും വിറ്റഴിക്കപ്പെടുന്നത്. നേന്ത്രക്കായ ഉൽപാദനത്തിലും വിപണനത്തിലും ജില്ലയിൽ മുന്നിലുള്ള സ്വാശ്രയ കർഷക സമിതിയാണ് മറ്റത്തൂരിലേത്. ശരാശരി 5 കോടി രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലൂടെ വർഷം തോറും വിപണനം ചെയ്യപ്പെടുന്നത്. നേന്ത്രക്കായ്ക്ക് പുറമെ പാളയൻകോടൻ, പൂവൻ, കണ്ണൻ, ഞാലിപ്പൂവൻ, കദളി തുടങ്ങി ചെറുകായകളും വിവിധയിനം പച്ചക്കറികളും മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. എല്ലാ വർഷവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഏതാണ്ട് തൃശ്ശൂർ ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മാർക്കറ്റ് കൂടിയാണ്. 5 കോടിയിൽ പരം വരെ ബിസിനസ് നടന്നിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതിയൊക്കെ അനുസരിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേലും കൂടുതൽ കഴിഞ്ഞ വർഷം ഒരു 67 ടണ്ണോളം ഉൽപ്പാദനം കൂടുതലായിരുന്നു, എങ്കിലും ടേൺ ഓവർ കുറഞ്ഞു. ഈ വർഷം സീസൺ തുടക്കത്തിൽ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് 57 രൂപ വരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ വില 48 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ താരതമ്യേന മെച്ചപ്പെട്ട വില കർഷകർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ചന്ദ്രൻ ചെറുപറമ്പിൽ പറഞ്ഞു. സാധാരണ നമുക്കൊരു 10 കിലോ 12 കിലോ കിട്ടിയിരുന്ന കൊലകളൊക്കെ ഇത്തവണ 8 കിലോ 7 കിലോനാണ് കിട്ടുന്നത്. അത് ഈ അസാധ്യ ചൂട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് കൃഷിക്കാരുടെ ഇടയിലുള്ള പൊതുവെയുള്ള ഒരു സംസാരം. പിന്നെ വെള്ളത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുകൾ ചില ഭാഗങ്ങളിൽ വന്നു. അതുകൊണ്ട് ഇത്തവണയും ടേൺ ഓവർ ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. ഉൽപാദനം എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണത്തിലൊന്നും കുറവില്ല. വാഴക്കൃഷിയൊക്കെ ഒരുപാട് എല്ലാ കൊല്ലത്തിലും കൂടുതൽ തന്നെയാണ്. വിളവിലാണ് കുറവ് നടക്കുന്നത്. ആറ്റു നേന്ത്രൻ, മേട്ടുപാളയം, തേനി ഇനങ്ങളിൽപ്പെട്ട നേന്ത്രവാഴകളാണ് മറ്റത്തൂരിൽ കൃഷി ചെയ്യുന്നത്. ഇത്തവണത്തെ കഠിനമായ ചൂട് മൂലം വാഴക്കുലകളുടെ തൂക്കത്തിൽ 5 കിലോ വരെ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചെറുകായകൾ പാളയങ്കോടൻ, പൂവൻ, കണ്ണൻ, അതുപോലെ ഞാലി, നെല്ലിക്കദളി ഇങ്ങനെയുള്ള ഇനത്തിനൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ ഈ വേനൽ ചൂടിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ വിളവ് വളരെയായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഇപ്പം നേന്ത്രൻ ഏകദേശം ഇപ്പം 48 രൂപ നല്ല കായ്ക്ക് വിലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 20 രൂപ തൊട്ട് മുകളിലേക്ക് വിൽക്കുന്ന കൊലകളുണ്ട്. വാഴക്കുലകളുടെ തൂക്കക്കുറവ് മൂലമുണ്ടായ നഷ്ടത്തിന് പുറമെ മഴക്കെടുതിയിൽ വാഴകൾ നശിച്ചതും മേഖലയിലെ കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഓണക്കാലത്ത് നേന്ത്രക്കായ്ക്ക് ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ്, കൊടകര. സ്വകാര്യ ടെലികോം കമ്പനികളുടെ താരിഫില വർധനവിൽ പ്രതിഷേധിച്ച് AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P. മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MP വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിച്ചു. CPM മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK ഉദയപ്രകാശ്, സെക്രട്ടേറിയറ്റ് അംഗം KC ബിജു, AISF മണ്ഡലം സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ 74ലെ ബോണസ് സമരത്തിന്റെ 50ാം വാർഷികാഘോഷവും സമര പോരാളികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് അസോസിയേഷൻ, ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ നടന്ന ചടങ്ങ് CGPA ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. AAPA പ്രസിഡന്റ് K. കമലാസനൻ അധ്യക്ഷത വഹിച്ചു. V. ശ്രീകുമാർ, CA മജീദ്, KA മാനുവൽ, K. സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ബോണസ് സമരത്തിൽ പങ്കെടുത്തതിന് പിരിച്ചുവിട്ട TN വെങ്കടേശ്വരനെയും മറ്റ് സമര നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. CPI പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിംഗ് നടത്തി. ദേശീയ സംസ്ഥാന കൌൺസിൽ തീരുമാനങ്ങളാണ് റിപ്പോർട്ടിംഗ് നടത്തിയത്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KP രാജേന്ദ്രൻ, CN ജയദേവൻ, മുൻമന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഡാമിൽ ജലനിരപ്പ് 59.38 മീറ്ററിലെത്തി. നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യമില്ല. ഭൂപ്രകൃതിക്കനുസരിച്ച് ഡാമിന്റെ ഉയർന്നു നിൽക്കുന്ന പ്രദേശത്താണ് ഷട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. കനത്ത മഴ വരും ദിവസങ്ങളിൽ തുടർന്നാൽ മാത്രമാണ് ഷട്ടറിന് സമീപത്തേക്ക് വെള്ളം എത്തുകയുള്ളൂ. എന്നാൽ മാധ്യമ വാർത്തകൾ കണ്ട് ഡാം തുറക്കുന്നുവെന്ന പ്രചരണത്തെ തുടർന്ന് കാണാനായി നിരവധി പേരാണ് ഡാമിലെത്തി നിരാശരായി മടങ്ങിയത്. 62.48 മീറ്ററാണ് ഡാമിന്റെ പരമാവധി സംഭരണശേഷി.
കണ്ണാറ മാരായ്ക്കലിൽ വൈദ്യുതി കെണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടി വിൽപ്പന നടത്തിയ സംഭവത്തിൽ സഹോദരന്മാരെ മാന്നാമംഗലം ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണാറ മാരായ്ക്കൽ സ്വദേശികളായ ഇളംകുളം ബേബി, സഹോദരൻ മോനായി എന്ന കുര്യാക്കോസ് എന്നിവരാണ് അറസ്റ്റിലായത്. ബേബി നെല്ലിയാമ്പതി വനത്തിൽ കരടിയെ വേട്ടയാടി പിടിച്ചതിനും അബ്കാരി കേസിലും നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രജി, മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മനക്കൊടി 9-ാം വാർഡിൽ അംബേദ്കർ നഗറിലെ 3 വീട്ടുകാർ വെള്ളം കയറിയതിനെ തുടർന്ന് വീടൊഴിഞ്ഞ് ബന്ധുവീടുകളിലേക്ക് മാറി. പേരാത്ത് ദശാന്തി ശിവരാമൻ, ഓമന ഗണേശൻ, വീരേപ്പറമ്പിൽ രാജൻ എന്നിവരുടെ കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്ക് മാറിയത്. സമീപത്തെ കൃഷ്ണൻകോട്ട പാടശേഖരത്തിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇവരുടെ വീടുകളിൽ വെള്ളം കയറിയത്. ഇവരുടെ വീടുകളിലേക്കുള്ള ഏക വഴി KLDC ബണ്ടാണ്. ഈ ബണ്ട് മണ്ണിട്ട് ഉയർത്തണമെന്ന ആവശ്യം നിരന്തരം ഉയർന്നിരുന്നു. നിശ്ചിത ഉയരത്തിലും വീതിയിലും ബണ്ട് ഉയർത്തിയാൽ കൃഷ്ണൻകോട്ട പാടശേഖരത്തിൽ നിന്നും വെള്ളം കടന്നു വരുന്നത് ഒഴിവാക്കാനും ഈ 3 വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും യാത്രാ പ്രശ്നത്തിനും ശാശ്വത പരിഹാരമാകുമെന്ന് വാർഡ് അംഗം K. രാകേഷ് പറഞ്ഞു. എന്താ കാര്യം വെച്ചാൽ KLDCയുടെ ബണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. KLDCയുടെ ബണ്ട് മുഖാന്തരമാണ് അവർ വീടുകളിലേക്ക് എത്തിച്ചേരാറ്. പക്ഷേ കനത്ത ഇപ്പോൾ വെള്ളം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി വഞ്ചിയിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ KLDCയുടെ ബണ്ട് ഉയർത്തി അവർക്ക് വീട്ടിലേക്കുള്ള വഴി എന്നുള്ള രീതിയിൽ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത്. പെരിഞ്ഞനം മുമ്പുവീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. മുമ്പുവീട്ടിൽ ആനപ്രേമി കൂട്ടായ്മയും പൊന്മാനിക്കുടം യുവക്ഷേത്ര ക്ലബ്ബും സംയുക്തമായാണ് ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും സംഘടിപ്പിച്ചത്. 9 ഗജവീരന്മാർ ആനയൂട്ടിന് അണിനിരന്നു. ക്ഷേത്രം തന്ത്രി KG ശ്രീനിവാസൻ, മേൽശാന്തി ഷിജിൻ അണക്കത്തിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോവിലകം ശ്രീമുരുക സംഘം അവതരിപ്പിച്ച ചെന്തുപാട്ടുമുണ്ടായിരുന്നു. സ്വാമി കുളവെട്ടി മരങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് എളവള്ളി പഞ്ചായത്തിലെ കണിയാൻതുരുത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ PV ആന്റോയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെത്തി. 4 വർഷങ്ങൾക്ക് മുൻപ് എളവള്ളി കണിയാൻതുരുത്തിലെ വാതക ശ്മശാനത്തോട് ചേർന്ന സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച കുളവെട്ടി മരങ്ങളിൽ കന്നിപ്പൂ വിരിഞ്ഞുണ്ടായ വിത്തുകളിൽ തൈകൾ മുളയിട്ടു. ചില കുളവെട്ടി മരങ്ങൾ 20 അടിയിലേറെ വളർന്നിട്ടുമുണ്ട്. പ്രകൃതിയെ കാർബൺ ന്യൂട്രലാക്കി പ്രകൃതി സംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് പഠന സംഘം വിലയിരുത്തി. പരിപാലന ചുമതലയുള്ള ക്രിമിറ്റോറിയം ജീവനക്കാരും തൊഴിലുറപ്പ് വിഭാഗവും കുളവെട്ടികളെ പ്രൂൺ ചെയ്യുന്നതിന് ഒപ്പമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റ് വ്യത്യസ്തമായി. കാഴ്ചയുള്ളവരും കാഴ്ച പരിമിതരും തമ്മിലായിരുന്നു മത്സരം എന്നത് ശ്രദ്ധേയമായി. കറുപ്പും വെളുപ്പും നിറഞ്ഞ ചതുരംഗക്കളത്തിൽ ആലോചിച്ചുറപ്പിച്ച കൃത്യമായ നീക്കങ്ങളിലൂടെ എതിരാളിയെ വെട്ടിത്തന്നെ അവർ മുന്നേറി. അകക്കണ്ണിന്റെ വെളിച്ചം മാത്രമുള്ളവർ കളങ്ങളിലൂടെ പോരടിച്ചത് കാഴ്ചയുള്ളവരെയാണെന്നിടത്താണ് ആ മികവ് വെട്ടിത്തിളങ്ങുന്നത്. കരങ്ങൾ കളങ്ങളിലൂടെ ആവർത്തിച്ചാലോചിച്ചു നീങ്ങിയപ്പോൾ കണ്ടറിഞ്ഞു കളിച്ച എതിരാളികൾ പലരും വീണു. ഇങ്ങനെ പോരായ്മകളെ പ്രതിഭാത്തിളക്കത്തിൽ എതിരിട്ടവരിൽ കണ്ണൂർ സ്വദേശി 12-കാരൻ ദേവനന്ദ് മുതൽ കാസർഗോഡ് സ്വദേശി 80-കാരൻ രാജൻ വരെയുണ്ട്. ലോക ചെസ് ദിനത്തിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 15 കാഴ്ച പരിമിതരായ താരങ്ങളാണ് പങ്കെടുത്തത്. ഇവരുടെ എതിരാളികൾ എല്ലാം കാഴ്ചയുള്ള താരങ്ങളും. തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷനിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അടക്കമുള്ളവർ മത്സരാർത്ഥികളെ പൊന്നാട അണിയിച്ചും മെമന്റോ നൽകിയും അനുമോദിച്ചു. സംഘാടക ഭാരവാഹികളായ KK മണികണ്ഠൻ, NR അനിൽകുമാർ, അജിത് കുമാർ രാജ, ജോ പറപ്പിള്ളി, ബിന്ദു മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. TCV തൃശൂർ.
എളവള്ളി സെന്റ് ആന്നീസ് ഇടവക ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ക ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തി. ബോധവൽക്കരണ ക്ലാസ് മുരളി പെരുന്തലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. KLM എളവള്ളി യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, KS വാദി, KD വർഗീസ്, മേഴ്സി ഔസേബ്, സീമ സാജു എന്നിവർ സംസാരിച്ചു. കോളരി ഡോക്ടർ പടി മുതൽ അത്തേക്കാട് പോകുന്ന വഴിയിൽ വഴിവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോളരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, റാഫി തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ കലാസാഹിത്യവേദിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ശേഖരൻ അത്താണിക്കലിന്റെ 2ാം അനുസ്മരണം വേലു ബോധി ആസ്ഥാനത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. MLPI സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, നടൻ ശിവജി ഗുരുവായൂർ, KA മോഹൻദാസ്, കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പാടത്ത്, സുമ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൈനികരും വിദ്യാർത്ഥികളുമായുള്ള സംവാദം നടത്തി. മേജർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി യൂണിറ്റ് പ്രസിഡന്റ് PK മാധവൻ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ കൊച്ചുമോൻ ജേക്കബ്, ഗേൾസ് കാഡറ്റ് ഇൻസ്ട്രക്ടർ ആശാകൃഷ്ണൻ, പ്രധാന അധ്യാപിക VR ഷില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3628 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 71 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. കറുപ്പ് വസ്ത്രമണിഞ്ഞ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. കേരള സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് കലാമ്യൂസിയം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു കലാകാരനും ഇനി വഴിയാധാരമാകില്ലെന്നും മന്ത്രി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ, മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഉള്ളൂരിൽ കഞ്ചാവും മിഠായിയും ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരായ 3 പേർ പിടിയിൽ. മാളക്കല്ലൂരിൽ MDMAയുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. 3 ബൈക്കുകളായി എത്തിയ സംഘമാണ് ജിനീഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളത്തിലായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.